കത്ത് വിവാദത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് ഷർഷാദ് മറുപടി നൽകി. താൻ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല, കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകനാണെന്ന് സംശയമെന്നും കത്ത് താൻ എവിടെയും പങ്കുവച്ചിട്ടില്ല എന്നും ഷർഷാദ്. സെയ്ഫ് സൈൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. എന്താണ് സെയ്ഫ് ഷർഷാദിന്റെ മറുപടി? സിപിഎമ്മിന് വലിയ രീതിയിൽ പിടിച്ചു കുലുക്കിയതാണ് വിവാദം അമൃത. അതിന് പിന്നാലെ തന്നെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായ പ്രതികരണത്തിന് തയ്യാറായില്ല എങ്കിൽ പോലും ഈ ആരോപണം ഉന്നയിച്ച പിബിക്ക് കത്ത് നൽകിയ ഷർഷാദിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് എം വി ഗോവിന്ദൻ അയച്ചിരുന്നു. 3 ദിവസത്തിനുള്ളിൽ ഈ പ്രസ്താവനകൾ പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളതാണ് ആ വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. അതിനാണ് ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകൻ മുഖേന ഷർഷാദ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. താനാരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകനാണ് എന്ന സംശയമാണ് താൻ പങ്കുവച്ചത്. അത് പങ്കുവച്ചതാകട്ടെ താൻ ഏതെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ല അത് പങ്കുവച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ഇന്റേണൽ കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് അത് പിബിക്ക് താൻ കത്ത് നൽകിയത്. അതിന് പിന്നാലെ ജനറൽ സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകുന്നുണ്ട്. അത് പൊതുസമൂഹത്തിന് മുന്നിൽ പങ്കുവച്ചിട്ടുള്ള കാര്യമല്ല. രാജേഷ് കൃഷ്ണ എന്ന് പറയുന്നയാൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്ന വിഷയം പാർട്ടിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. താൻ എം വി ഗോവിന്ദനോട് വ്യക്തിപരമായി എനിക്ക് ഭയങ്കര ആരാധനയാണ് ഉള്ളത്. അദ്ദേഹവുമായി വർഷങ്ങൾ ഉള്ള അടുപ്പം തനിക്കുണ്ട്. തനിക്ക് വലിയ സ്നേഹമാണ് എം വി ഗോവിന്ദനോട് ഉള്ളത്. അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഒന്നും താൻ ചെയ്തിട്ടില്ല എന്ന് ഈ വക്കീൽ നോട്ടീസിൽ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈ രാജേഷ് കൃഷ്ണയെ പോലെയുള്ള ആൾക്കാർ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിലേക്ക്, പാർട്ടിയുടെ സ്നേഹമുള്ള താൻ പാർട്ടിയുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഡിഫാമേഷൻ കേസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുക, പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറയുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത് പക്ഷേ ഡിഫാമേഷൻ കേസിന്റെ പരിധിയിൽ വരുന്നതല്ല. കാരണം താൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ചോ മകനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. താൻ പാർട്ടിക്ക് നൽകിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഡിഫാമേഷൻ കേസിന്റെ പരിധിയിൽ വരുന്നതല്ല. അതിന് ചില സംശയങ്ങൾ പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കുക മാത്രമാണ് ചെയ്തത് എന്ന വിശദീകരണമാണ് ഷർഷാദ് ഈ വക്കീൽ നോട്ടീസിലൂടെ മറുപടിയായി നൽകിയിരിക്കുന്നത്. അമൃത പഴിക്കാൽ. ശരി സേഫ്.